ശനിയാഴ്ച കൂടുതലും പണി വരെ വൈകുന്നേരമാണ്. കാരണം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ചിക്കനോ ബീഫൊക്കെ മേടിച്ചിട്ട് വരിക കേട്ടോ. അപ്പം ഞാൻ എന്താ കരുതി കുറച്ച് സൗന്ദര്യ സംരക്ഷണമാകാമെന്ന് ഞാനും പിള്ളേരും കൂടി ഇതാ രക്തയാതനത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് വെറുതെ പച്ചവെള്ളത്തിൽ കലക്കി ഞങ്ങളുടെ മുഖത്ത് പുരട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി, കുറച്ച് ഗ്ലോ കിട്ടും. ഇത് മുഖത്ത് പുരട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു നടക്കാം കേട്ടോ. പഠിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാം. എല്ലാ കടകളിലൊക്കെ 40 രൂപയുടെ ഒരു സാധാരണ ഒരു കുഞ്ഞ് പാക്കറ്റാണ്. അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കാൻ നേരത്തെ തേങ്ങയുടെ പൊട്ടിക്കുന്ന കോല് ഒളിപ്പിച്ച് വയ്ക്കണത് ഓവൻ്റെ സൈഡിലാണ്. അവിടെ നിന്ന് എടുത്തപ്പോഴത്തേനും കുറേ കണ്ണീച്ച് അവിടെ നിന്ന് പറന്ന് വന്നിട്ട്, അപ്പോൾ പിള്ളേരാരോ പഴം നിന്നിട്ടൊരു കഷ്ണം അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടിയൊക്കെ ഉണങ്ങി ആകെ കൂടെ ചപ്പലായി മാറി. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേഗം എന്താ പിള്ളേർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ ഒന്ന് റെഡിയാക്കാണ്. സ്നാക്കല്ല, ഒരു കുഞ്ഞു മണി പോലെ നമ്മൾ തേങ്ങയും അതേപോലെ അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജീരകമൊക്കെ ഇട്ടിട്ട് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കിയില്ലേ, കുഞ്ഞു ഉണ്ട പോലെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചെടി നടാൻ വേണ്ടി ഞാൻ അന്നമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. പുറത്ത് മണി പ്ലാന്റിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് അതിൽ നടാൻ പറഞ്ഞപ്പോഴേക്കും അവളും ചോക്കൊണ്ടും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് വേഗം മണി പോലെ ആക്കി എടുത്തിട്ട് കുഞ്ഞു ഉണ്ട പോലെ ആക്കി എടുത്തിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അന്നക്കുട്ടി ആ ചെടിയൊക്കെ നട്ടിട്ട് വന്നു. അതേപോലെ കുളിയും കഴിഞ്ഞിട്ട് വന്നു. ജോക്കോട്ടിനെ ഇടയ്ക്ക് ഞാൻ കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എന്താ വേഗം കിച്ചൻ്റെ സ്ലാബൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി തടത്തുണിയും തിരുമ്മി വിരിച്ചിടുകയാണ് കേട്ടോ. ജോക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കാൻ. പ്രത്യേകിച്ച് ഇതേപോലെ കുഞ്ഞു സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കാൻ വരാനും സഹായിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. പക്ഷേ കൂടുതലും ഞാൻ അടുപ്പിക്കില്ല കേട്ടോ. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിച്ചിട്ടായിരിക്കും അടുക്കളയിൽ നിന്ന് പോവുക. എന്നാലും സഹായിക്കാനായിട്ട് എപ്പോഴും വരും. അപ്പോൾ ഇതാ സൈക്കിളൊക്കെ ചവിട്ടിവിടെ നടപ്പുണ്ട്. അന്നക്കുട്ടി വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. ഞാൻ വേഗം എന്താ തലയിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി 2 ദിവസമായും തലയിൽ എണ്ണ പുരട്ടിയിട്ട് ഡെയിലി കുളിക്കുമ്പോൾ നമ്മുടെ മുടി ഇഷ്ടം പോലെ പോവുകയും ചെയ്യും. അപ്പോൾ അതാ വൈകുന്നേരത്തെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ തിളപ്പിച്ച് പിള്ളേർക്ക് കൊടുക്കട്ടെ.